ഹായ് ഗായ്സ്, നമുക്കിന്ന് ഇലയുടെ ഉണ്ടാക്കിയാലോ പൂരത്തിൻ്റെ. ഓക്കെ, കമോൺ, നമുക്ക് പ്ലാവില പറിച്ചിട്ട് വരാം. ഇതുപോലത്തെ കുറച്ച് വലിയ ഇല നോക്കിയിട്ട്, നമ്മൾ ചെറിയ ഇല മാത്രമേ ഇതിനകത്തുള്ളൂ. പിന്നെ വലിയ ഇല നോക്കിയിട്ട് പറിക്കണം കേട്ടോ. ഒരു സെറ്റ് വെച്ച് ഇനി അടുത്ത സെറ്റാണ് വെക്കുന്നത് നമ്മൾ. അപ്പം നമുക്ക് ഇലയുടെ എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ, അപ്പം എൻ്റെ പാലാണ് പ്ലാവില. എനക്കൊന്നും അറിയില്ല. ഇത് എന്താ? ഇതിങ്ങനെ പറിച്ചിട്ട് ഇതിൻ്റെ അകത്താണ് നമ്മൾ പിന്നെ പൂരത്തിന് ഉണ്ടാക്കുന്ന ഇല അട നമ്മൾ ഉണ്ടാക്കുക. നമ്മളില്ലെങ്കിൽ നമ്മൾ ഈ വടി എന്ത് ചെയ്യാ? അല്ലേ അമ്മ, നമുക്ക് കിട്ടാത്ത ഈ വടി വെച്ചിട്ടില്ല. അങ്ങനെയുണ്ട് പക്ഷെ ഇത് നന്ന ചെറിയ ഇല മാത്രമേ ഉള്ളൂ. കണ്ടോ ഗൈസ്, ഇത്ര മാത്രമേ. ഞാൻ ചെരുപ്പിടണ്ടോ വന്നേ. നടന്നോ, വാ വാ. ഇനി നമുക്ക് ഇല നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇതെല്ലാം കഴുകിയിട്ട് ഇതിലേക്ക് നിൽക്ക് പിന്നെ പരത്തിയിട്ട് നമുക്ക് ഇലയടി ഉണ്ടാക്കാലോ. വരും, ഇങ്ങനെ നല്ലോണം കഴുകണം കേട്ടോ. അനക്കുണ്ടാക്കാൻ അറിയില്ല ഈ ഇലയുടെ, അതുകൊണ്ട് നമ്മളിവിടെ വന്നിട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ അമ്മമ്മേനെ എടുത്ത് വന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ കാട്ടിയൊക്കെ എന്താവുന്നുള്ളത് കേട്ടോ. ഇതൊരു ഇതെന്ത് ഇഷ്ടമാണ് എന്നറിയാം. പൂരത്തിന് ഉണ്ടാക്കിയിട്ട് മാത്രമേ ഈ ഇലയിട നന്നാവും. പൂരത്തിൻ്റെ സമയത്ത് മാത്രമേ ഈ ഇട ഉണ്ടാക്കൂ. നമ്മളെ മറ്റേ വാഴയില ഉണ്ടാക്കുന്ന അട പോലെയല്ല. ഇതിനെന്തല്ലേ വേണ്ടെന്നറിയാം. അത് നമ്മളെ അമ്മമാട ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇല്ല, നമ്മളങ്ങനൊന്നും നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. നമ്മളെ വീട്ടിൽ നിന്ന് അങ്ങനെ അച്ഛനെ വീട്ടിൽ നിന്ന് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഉണ്ടാക്കിയിട്ട് നോക്കാം. അമ്മ ഉണ്ടാക്കല്ല, ഇവിടുന്ന് അമ്മമ്മയാണ് ഉണ്ടാക്കല്. ആ, ഇനി നമുക്ക് നോക്കാം. അപ്പം നമ്മളെ മെയിൻ പരിപാടിയിലേക്ക് സ്വാഗതം. കണ്ട, ഇത് കണ്ട, ഇതാണ് ഇതിൻ്റെ മാവ് ഉണ്ടാക്കിയിട്ട്. കണ്ട, ഇതിൻ്റെ അകത്ത് എന്തെല്ലാം ചേർത്തിനെന്നറിയാം. ഇതിൻ്റെ അകത്ത് അരിപ്പൊടി, നല്ല മിനുസായിട്ട് പൊടിച്ച് അരിപ്പൊടി എടുക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പിന്നെ നമ്മളെ വെല്ലമില്ലേ, വെല്ലം എടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറുക്കിയിട്ട് പിന്നെ ആ അരിപ്പൊടീൻ്റെ അകത്ത് ഒഴിക്കും. എന്നിട്ട് പിന്നെ ഒരു നുള്ളി ഉപ്പിട്ട് എന്നിട്ട് പിന്നെ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പിന്നെ ഈ തേങ്ങാപ്പൂളില്ലേ, അതായത് ഉണങ്ങിയ കൊട്ടത്തേങ്ങ, അത് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ചെറുങ്ങനെ ഇതാക്കിയിട്ട് നമ്മൾ മുറിച്ചെടുക്കും. എന്നിട്ട് അതും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള സാധനമാണ് ഇത്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ അട ഉണ്ടാക്കും. മനസ്സിലായോ? ഇതെന്താ വെച്ചതാ ഇങ്ങനെ ചെറുങ്ങനെ ഇങ്ങനെ വിളയാക്കും. എന്നിട്ട് എന്തെന്നറിയാം, ഇതാ നോക്ക്, നിങ്ങൾക്ക് ഇതാ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനെ വെക്കും. എന്നിട്ട് ഇതിങ്ങനെ, ഇത് കണ്ട, ഇതിങ്ങനെ ആക്കിയിട്ട് ഇതാ അത് തന്നെ ഇങ്ങനെ ഒട്ടയാക്കും. ഇനി എന്ത് ചെയ്യാ, ഇനി നോക്ക്, ആദ്യം നോക്ക്. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യും. എല്ലാ
ഇതിപ്പോ ഒരു ഭാഗം വെച്ചത് കൊണ്ട് നിനക്ക് മനസ്സിലായല്ലോ. എന്നിട്ട് ഇത് ആവിയിൽ വെച്ചിട്ട് അതുപോലെ ഇങ്ങനെ വേവിക്കും കേട്ടോ. ഇത് കുറേ സമയം വേവണം. ഇതിപ്പോൾ ഇന്ന് രാവിലെ ആക്കി വെച്ചിട്ടാകുമ്പോൾ മാത്രമേ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് സെറ്റായി നല്ല അടയായിട്ട് വരും കേട്ടോ. കേട്ടോ നമ്മളിങ്ങനെ ആക്കിയതോ കേട്ടാ. എനിക്ക് വേണം തരാം. നല്ല മണമുണ്ട്. ഇതാക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടല്ലേ? നല്ല മണമുണ്ട്. നല്ല മണമില്ലേ? നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവുക. നല്ല മണമില്ലേ? നീ ആയിക്കൊന്നല്ലേ ഈ ഇല ഇങ്ങോട്ട് കൊത്തുക. അതന്നെ പഠിച്ചല്ലോ. ഇനി ഇത് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് അതന്നെ പഠിച്ച്. ഇനി നമുക്ക് നമ്മളെ വീട്ടിൽ പോയിട്ടാകുമ്പോ ഇനി നോക്കാല്ലേ പൂരത്തിന്റെ സമയത്ത്. നമ്മളടുത്ത് ഈ സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടാ. ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ആവിയിൽ വെച്ചിട്ട് വേവിച്ചിട്ടാണ് ആക്കുക കേട്ടാ. ഇപ്പം വെച്ച